ഈ അടുത്ത ഇടയിൽ പല യൗവനക്കാരും കുട്ടികൾ ഉൾപ്പെടെ ചോദിച്ച ഒരു ചോദ്യമാണ്, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവഹിതമാണോ അല്ലയോ എന്നെനിക്കെങ്ങനെ അറിയുവാൻ കഴിയും? കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ, പഠനത്തിൻ്റെ വഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ, തൊഴിൽ തിരഞ്ഞെടുക്കുമ്പോൾ, ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ തുടങ്ങി ധാരാളം പേരും കുഴഞ്ഞു പോകുന്ന ഒരു ചോദ്യമാണ്, എൻ്റെ തീരുമാനങ്ങൾ തെറ്റിപ്പോയാൽ എൻ്റെ ഭാവിയുടെ ഉത്തരവാദിത്വം ആർക്കാണ്? ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവഹിതമെന്ന് എനിക്ക് എങ്ങനെ അറിയുവാൻ കഴിയും? നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പറയുവാനാണ് ഈ വീഡിയോ. ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തെ അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. തുടക്കത്തിൽ തന്നെ റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. അതുകൊണ്ട് തന്നെ ദൈവഹിതം തിരിച്ചറിയുക എന്ന് പറയുന്നത് ഒരു മാജിക്കല്ല, അതൊരു ലക്ഷണവിദ്യയല്ല. അത് വാസ്തവത്തിൽ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും അനുസരണത്തിലും ദൈവസ്നേഹത്തിലും കർത്താവിനോട് കൂടെ നടക്കുന്ന ദൈവമക്കൾക്ക് തിരിച്ചറിയുവാൻ വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഒരു നന്മയാണ് ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത്. സങ്കീർത്തനങ്ങൾ 37:4 നമ്മളിങ്ങനെ വായിക്കുന്നു, നിന്റെ താല്പര്യങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുക, അവിടുന്ന് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വികാരങ്ങളുടെ ഒരു തിരത്തള്ളലിൽ നീ കാണിച്ചു കൂട്ടുന്നതല്ല, നിന്റെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന്, അനുസരണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ആഗ്രഹങ്ങളെ ദൈവം നിനക്ക് സാധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. 5 കാര്യങ്ങൾ ദൈവഹിതത്തിൻ്റെ തിരിച്ചറിവിലേക്ക് നമുക്ക് ചിന്തിക്കാം. 1, എൻ്റെ ഈ തീരുമാനം, എൻ്റെ ഈ വഴി ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് നിരക്കുന്നതാണോ? സങ്കീർത്തനങ്ങൾ 119:105 നമ്മളിങ്ങനെ വായിക്കുന്നു, അവിടുത്തെ വചനങ്ങൾ എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. ചോദ്യം ഇതാണ്, എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ തിരഞ്ഞെടുപ്പുകൾ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായതും അതിൻ്റെ ഉപദേശങ്ങൾക്ക് ചേർന്ന് വരുന്നതും അഥവാ അലൈൻ ചെയ്യുന്നതും അതുപോലെ ദൈവത്തിന് ആത്യന്തികമായി മഹത്വം നൽകുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണോ? രണ്ടാമത്തെ ചോദ്യം, ഒരു വലിയ ദൈവിക സമാധാനം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായി വരുന്നുണ്ടോ? കൊലോസ്യർ 3:15 അപ്പോസ്തലൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് ഓരോ കുരുക്കുകളിലും ചെന്നുപെടുന്ന മനുഷ്യർ അവരുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും തേടി പോയിട്ടും എല്ലാവിധത്തിലുള്ള സമാധാനക്കേടും അവർക്കുണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തു നൽകുന്ന, പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ഹൃദയ സമാധാനം നമുക്കുണ്ടെങ്കിൽ അതുതന്നെ എത്ര വലിയ ഒരടയാളമാണ്. ചോദ്യം ഇതാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു വലിയ സമാധാനം ഈ വിഷയത്തിൽ എനിക്കുണ്ടോ? അതോ എൻ്റെ ഹൃദയം ഓരോ സെക്കൻഡിലും അസ്വസ്ഥമാകുകയാണോ? മൂന്നാമത്, വളരെ അനുയോജ്യമായ ആലോചനകളും ഉറപ്പും എൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന്, എൻ്റെ സഹവിശ്വാസികളിൽ നിന്ന്, വിശ്വാസയോഗ്യരായ മാതാപിതാക്കളിൽ നിന്ന്, ഗുരുക്കന്മാരിൽ നിന്ന് ഈ വിഷയത്തിൽ എനിക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? സദൃശവാക്യങ്ങൾ 15:22 നാം ഇങ്ങനെ വായിക്കുന്നു, ആലോചന ഇല്ലാഞ്ഞാൽ കാര്യങ്ങൾ സാധിക്കാതെ പോകുന്നു, ആലോചനക്കാരുടെ ബഹുത്വത്താലോ അവ സാധിക്കുന്നു. ചോദ്യം ഇതാണ്, എൻ്റെ സ്വന്തം ഇഷ്ടങ്ങളല്ലാതെ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക്, ദൈവമക്കൾക്ക്, എൻ്റെ ഗുരുക്കന്മാർക്ക് അവർക്കുകൂടി ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ ഒരു ഹിതം എക്സ്പീരിയൻസ് ചെയ്യുവാൻ, ഉറപ്പിക്കുവാൻ, ആലോചനയിൽ ഒത്തുവരുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. നാലാമതായി, അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായി വരുന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. സദൃശവാക്യങ്ങൾ 16:9 നമ്മളിങ്ങനെ വായിക്കുന്നു, മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല ആലോചനകളുണ്ട്, എന്നാൽ യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. ചോദ്യം ഇതാണ്, എനിക്ക് സ്വതവേ തുറന്നെടുക്കുവാൻ കഴിയാത്ത ധാരാളം വാതിലുകൾ എൻ്റെ ചുറ്റുപാടും തുറന്നു വരുന്നുണ്ടോ ഈ പ്രത്യേക തീരുമാനത്തിൽ, ഈ പ്രത്യേക തിരഞ്ഞെടുപ്പിൽ? ഡോഴ്സ് ഓഫ് പ്രൊവിഡൻസ് തുറന്നു വരുന്നതായിട്ട് എനിക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു അടയാളമായി നമുക്ക് കരുതാവുന്നതാണ്. അഞ്ചാമത്, പരിശുദ്ധമായ ആഗ്രഹങ്ങളും ദൈവദത്തമായ മനോഭാരവും. ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൻ്റെ 13 നമ്മളിങ്ങനെ വായിക്കുന്നു, ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് ചെയ്യുന്നത്. നല്ല ആഗ്രഹങ്ങൾ, നല്ല ബേർഡൻസ്, ദൈവിക ശുശ്രൂഷയിലേക്ക്
ഇറങ്ങിയിട്ടുള്ള ധാരാളം വ്യക്തികളുണ്ട്, തങ്ങളുടെ വലിയ ഉത്തരവാദിത്തങ്ങളും ഉന്നമനങ്ങളും വിട്ടുകളഞ്ഞ് ദൈവവിളി കേട്ടവർ. പക്ഷേ എല്ലാവരെയും കുറിച്ചും അതങ്ങനെയാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ ദൈവദത്തമായ ബേർഡൻസ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, തിരഞ്ഞെടുപ്പുകളിൽ വരുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, അതെത്ര ചെറുതായി ഇപ്പോൾ നമ്മുടെ മുൻപിൽ വന്നാലും വലിയ ഒരു അനുഗ്രഹത്തിലേക്ക് നടത്തുവാൻ, അതിനെ കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. സ്റ്റാർട്ട് വിത്ത് ഹിം ആൻഡ് എവ്രിതിങ് വിൽ ഫോൾ ഇൻ ടു പ്ലേസ് എന്നുള്ള വചനം നമുക്ക് ഓർക്കാം. അവിടുത്തോട് ചേർന്ന് തുടങ്ങുക. ആ ജീവിതത്തിൻ്റെ സകല വിഷയങ്ങളും അതിൻ്റേതായ സാഹചര്യങ്ങളിലേക്ക് ഒത്തുവരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒരു GPS ഒരു കാറിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ അതൊരിക്കലും വർക്ക് ചെയ്യാറില്ല. എന്നാൽ ഓടുന്ന കാറിന് മാത്രമേ അതിൻ്റെ ഡിറക്ഷൻ ലഭിക്കുന്നുള്ളൂ എന്ന് പറയും പോലെ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ വളരുവാൻ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അനുസരണത്തിൽ വളരുന്ന ഒരു വ്യക്തിക്ക്, പ്രാർത്ഥനയിൽ ഒരുമിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക്, ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന, പാപത്തെ വെറുക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ആ GPS-ൻ്റെ സഹായം നിങ്ങൾ മൂവ് ചെയ്യുന്ന അത്രയും കാലം നിങ്ങൾക്കത് ഉണ്ടാകുക തന്നെ ചെയ്യും. ആ ഒരു വലിയ പ്രത്യാശയിൽ നല്ല തീരുമാനങ്ങളെടുത്ത് മുൻപോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.